നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നക്ഷത്രഫലം അത് ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നക്ഷത്രങ്ങളും ആചാരങ്ങളും ഒക്കെ തന്നെ ജനിച്ച ദിവസവും സമയവും കണക്കാക്കിയാണ് ഇത് നിർണ്ണയിക്കുന്നത്. ഇത് പ്രകാരം 27 നക്ഷത്രങ്ങളിൽ അശ്വതി തുടങ്ങി രേവതി വരെ അവസാനിക്കുന്ന ക്രമത്തിലാണ് നക്ഷത്രങ്ങളുടെ ചിട്ടയായിട്ട് അത് പറയുന്നതും. അപ്പോൾ നക്ഷത്രപ്രകാരം തന്നെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഓരോ നക്ഷത്രത്തിനും വ്യത്യസ്തമായിരിക്കും. അതേപോലെ ആ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കുള്ള നന്മയും തിന്മയും അല്ലെങ്കിൽ സ്വഭാവങ്ങളും എല്ലാം പല നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ളതായിരിക്കും, പല സവിശേഷതകളുമായിരിക്കും. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും നക്ഷത്രഫലം വിലയിരുത്തുന്നുണ്ട്. അത് ജനനം മുതൽ വിദ്യാഭ്യാസം, ജോലി, അതേപോലെ വിവാഹം, സന്താനം, വാർദ്ധക്യം, മരണം തുടങ്ങിയ പല കാര്യങ്ങളും നക്ഷത്രപ്രകാരം നമുക്ക് വിലയിരുത്താൻ വളരെ നന്നായി കഴിയുന്ന ഒരു കാര്യമാണ്, വിലയിരുത്താൻ സാധിക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ ജനനം മുതൽ ആ വ്യക്തിയുടെ മരണം വരെ. കാരണം ഇത് എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തി ജനിച്ച് അവൻ എങ്ങനെയാവണം, ഏത് നിലയിൽ എത്തണം, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മരണം വരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നക്ഷത്ര ഫലപ്രകാരം പങ്കാളികളെക്കുറിച്ചും പറയുന്നുണ്ട്. നല്ല ഭർത്താവ് അല്ലെങ്കിൽ നല്ല ഭാര്യ ലഭിക്കാൻ ഭാഗ്യമുള്ളവർ, ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് വിവാഹയോഗം, ഭാഗ്യം അല്ലെങ്കിൽ ദുർഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യമില്ലായ്മയെല്ലാം ഓരോ ജന്മസമയത്തുണ്ടാകുന്ന അല്ലെങ്കിൽ ജനിച്ച നക്ഷത്രപ്രകാരം അദ്ദേഹം ഓരോന്നും പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ പങ്കാളികളുടെ സ്വഭാവത്തെക്കുറിച്ചും നക്ഷത്രഫലം വിലയിരുത്തുന്നുണ്ട്. ഒരാൾക്ക് ഒരു പങ്കാളി ഉണ്ടാകുമ്പോൾ ആ പങ്കാളി ഇന്നതായി വരും. അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ, ചില ആളുകൾ ഭയങ്കര സ്നേഹമായിരുന്നു അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം ഇങ്ങനെ സ്നേഹക്കേടും അല്ലെങ്കിൽ സ്നേഹമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അതൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ തലയിൽ എഴുതിയതൊക്കെ നമ്മൾക്ക് അനുഭവിച്ച് സാധിക്കൂ. പിന്നെ കാഠിന്യങ്ങളൊക്കെ ഇത്തിരി കുറയ്ക്കാം എന്നല്ലാതെ അതൊന്നും തലയിലെഴുത്തിന് ഒന്നും മായ്ച്ചാലും തൂത്താലും അല്ലെങ്കിൽ ഊതിക്കളഞ്ഞാലും ഒന്നും അതൊന്നും പറന്നു പോകുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ചില ക്രൂര സ്വഭാവമുള്ള ആളുകളുണ്ട്. അതായത് ക്രൂര സ്വഭാവം എന്ന് വെച്ചാൽ ചില ഉപദ്രവിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ പ്രത്യേക പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഉപദ്രവിക്കുന്ന സ്വഭാവം തന്നെ അതിൽ മെയിനായിട്ടുള്ളതാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല്ലുന്ന പുരുഷന്മാരൊക്കെ ഇല്ലേ. അപ്പോൾ ഈ ക്രൂര സ്വഭാവമുള്ള ചില പുരുഷന്മാരെ കുറിച്ചാണ്, പുരുഷ നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അഞ്ചാം ഭാവാധിപൻ നീചഗ്രഹത്തിന്റെ ദൃഷ്ടിയും നല്ല ഗ്രഹങ്ങൾക്ക് ദൃഷ്ടിയില്ലാതെ ഇരിക്കുകയും ചെയ്താലാണ് ഇത്തരം തരത്തിലുള്ള ക്രൂര സ്വഭാവങ്ങളൊക്കെ വരുന്നത്. കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത് ഭാര്യയുടെ മേലായാലും അല്ലെങ്കിൽ ആരാകട്ടെ, ചിലപ്പോൾ ചില ആളുകൾ അമ്മയെ വരെ തല്ലുന്ന ആളുകളുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അത് പെറ്റ വയറാണ്, അല്ലെങ്കിൽ നമുക്ക് ജീവിതം ഈ ഭൂമിയിലോട്ട് നമ്മൾ ജനിക്കാൻ കാരണക്കാരായവരാണ്. അതൊന്നും നമ്മൾ ആ സമയത്ത് ചിന്തിക്കാറില്ല. അപ്പോൾ ക്രൂര സ്വഭാവമുള്ള ചില സ്വഭാവങ്ങളാണ് അത്. ഈ ഗ്രഹങ്ങളുടെ നീചഗ്രഹത്തിൻ്റെ ദൃഷ്ടിയും ഗ്രഹങ്ങളുടെ ദോഷം അല്ലെങ്കിൽ ആ നല്ല ഗ്രഹങ്ങളുടെ ശുഭകരമായ ഗ്രഹങ്ങളുടെ ദൃഷ്ടി വരാതെയും ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അങ്ങനെ ചില പൊതു സ്വഭാവമായി ക്രൂരത കാണിക്കുന്ന ചില പുരുഷ നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഏതെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ വിശാഖമാണ്. വിശാഖം ഇത്തരത്തിലൊരു ക്രൂരതയൊക്കെ കാണിക്കുന്ന സ്വഭാവമാണ്. ക്രൂര സ്വഭാവമുള്ളൊരു ഭർത്താവ് ഭാര്യയോടൊക്കെ ഇച്ചിരി ക്രൂരത കാണിക്കുന്ന ആളുകളാണ്. അപ്പോൾ വിശാഖ നക്ഷത്രത്തിൽ ഉള്ള ഭർത്താക്കന്മാരുള്ള ആളുകൾക്ക് അത് അറിയാവുന്നതായിരിക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇച്ചിരി ദേഷ്യ സ്വഭാവമൊക്കെ ഇവർ പ്രകടിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ ക്രൂരമായിട്ട് അത് വന്യതയായിട്ടൊക്കെ മാറാറുണ്ട്. എന്ന് പറഞ്ഞാൽ അധിക ദേഷ്യത്തിലേക്ക് പോവുകയും ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഏൽപ്പിക്കുകയും ചെയ്യാറുണ്ട്. അതിൽ ആദ്യത്തെ ഒരു നക്ഷത്രം വിശാഖമാണ്. അടുത്തത് ചതയ നക്ഷത്രമാണ്. ചതയവും ഇങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടി ദേഷ്യപ്പെടുന്ന തരത്തിലുള്ളൊരു പുരുഷ നക്ഷത്രമാണ്. അപ്പോൾ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന തരത്തിലേക്കൊക്കെ, അത് സ്ത്രീകളെ നല്ല ഭാര്യയെ ഉപദ്രവിക്കുന്ന തരത്തിലോട്ടൊക്കെ പോകുന്ന ഒരു സ്വഭാവവും ഇടയ്ക്കിടെ ഇവർ കാണിക്കാറുണ്ട്. അതും ചതയ നക്ഷത്രമാണ്. അടുത്തത് രേവതിയാണ്. ഈ നക്ഷത്രങ്ങളിലെ അവസാന നക്ഷത്രമായ രേവതിയും ചില പുരുഷന്മാരൊക്കെ ക്രൂരമായ സ്വഭാവം, പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ ഭാര്യയോടും ഇച്ചിരി ക്രൂരമായ സ്വഭാവങ്ങളൊക്കെ കാണിക്കുകയും ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു നക്ഷത്രമാണ്. അടുത്തത് തൃക്കേട്ട. അതും ഇതുപോലെ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ചില പുരുഷന്മാർക്ക് അത് ഗ്രഹസ്ഥിതി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും. എല്ലാവരും എന്നല്ല, ചില പുരുഷന്മാർക്ക് സ്ത്രീകളെ
സ്ത്രീകൾ എന്ന് വെച്ചാൽ ഭാര്യയെ അത് ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അടുത്തത് പൂരമാണ്. പൂരം, ഉത്രം, അത്തം നക്ഷത്രങ്ങളും ഇത്തരം സ്വഭാവം കാണിക്കുന്നവരാണ്. ഇതും ക്രൂര സ്വഭാവ ഗണത്തിൽപ്പെടുന്ന പുരുഷ നക്ഷത്ര ഗണത്തിൽപ്പെടുന്നതാണ്. പൂരം, ഉത്രം, അത്തമൊക്കെ. അതുപോലെ ഭരണി, പൂയ നക്ഷത്രക്കാരും ഇതുപോലെ ക്രൂര സ്വഭാവമുള്ള പുരുഷ നക്ഷത്രങ്ങളിൽ പെടുന്നവരാണ്. ഒന്നുപാട് രണ്ടാമത്തേന് സ്ത്രീകളുടെ മേൽ കൈവെക്കുന്ന അത്ര നല്ല കാര്യമല്ല എങ്കിൽ പോലും ഇവരുടെ രീതി അനുസരിച്ച് അവർ അങ്ങനെ ചെയ്തു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നു വിടുന്നതാണ്. അതേപോലെ കാർത്തിക നക്ഷത്രവും ഇത്തരത്തിലുള്ള നക്ഷത്രമാണ്. എല്ലാ കാർത്തികയും എന്നല്ല, ചില നീചഗ്രഹങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നല്ല ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി അതിനെ പോലും നീചഗ്രഹം മറയ്ക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആയില്യ നക്ഷത്രക്കാരും ഗണത്തിൽപ്പെടുന്നവരാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞത് ഭാര്യയൊക്കെ ഉപദ്രവിക്കുന്ന തരത്തിലേക്കുള്ള രീതിയിലേക്ക് പോകുന്ന ചില ക്രൂരമായ, വന്യമായ അല്ലെങ്കിൽ ക്രൂരതയിലോട്ടൊക്കെ പോകുന്ന ചില പുരുഷ നക്ഷത്രങ്ങളെ കുറിച്ചാണ്. അത് എല്ലാ നക്ഷത്രത്തിനും ഈ പറഞ്ഞ എല്ലാവർക്കും ആ സ്വഭാവം ആവണമെന്നില്ല. ഓരോ ഭാവത്തിൽ ഗ്രഹങ്ങൾ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ അവർ ഉപദ്രവിച്ച് എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്ത ശേഷം പിന്നെ അവർക്ക് ഓർമ്മ പോലും കാണില്ല, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവൾ ഓട്ടോമാറ്റിക്കായി അത് മാറുകയും ചെയ്യും. കാരണം ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ദോഷകരമായ ഗ്രഹം മാറുകയും അവിടെ ഗുണകരമായ ഗ്രഹം വന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ ആൾ ഓട്ടോമാറ്റിക്കായി മാറുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരു വ്യക്തിയുടെ ജന്മനാ ഉള്ള സ്വഭാവം എന്നല്ല. ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഈ വ്യക്തിയുടെ മേൽ പതിയാതിരിക്കുകയും നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി പതിയുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഈ നക്ഷത്രക്കാരും തന്നെ വളരെ പ്രശ്നക്കാരാണെന്നല്ല. ഗ്രഹങ്ങളുടെ സ്ഥിതി മാറിയും തിരിഞ്ഞും വരുമ്പോൾ ആളുകളുടെ സ്വഭാവത്തിലും വന്യതകളായ പ്രകടനങ്ങൾ ഇവർക്ക് പ്രകടിപ്പിക്കും, വലിയതായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുകയും. നമ്മൾ പറയാറില്ലേ, പണ്ടൊക്കെ എത്ര പാവമായിരുന്നു, ഇപ്പോൾ നോക്കി എന്ത് ദേഷ്യക്കാരനായി, അല്ലെങ്കിൽ ഒരു മുരടനായി, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ക്ഷിപ്രമായിട്ട് കോപിക്കുന്ന ഒരു സ്വഭാവം, മൂക്കത്ത ശുണ്ടി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സ്വഭാവം ഇവർ കാണിക്കുന്നത് അവരുടെ കുറ്റമല്ല. അത് ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ വന്ന് നീചമായ ഭാവത്തിൽ നിൽക്കുകയും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി നീചഗ്രഹം കാരണം മറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. അല്ലാതെ ആരും ദുഷ്ടരായിട്ടോ ക്രൂരരായിട്ടോ ഒന്നും ജനിക്കുന്നില്ല. ഗ്രഹങ്ങളുടെ സ്ഥിതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ചില ഗ്രഹങ്ങളുടെ അടിസ്ഥാന പ്രകാരം അല്പം ക്രൂര സ്വഭാവമൊക്കെ അല്ലെങ്കിൽ ഇത്തിരി പ്രശ്നങ്ങൾ കാണിക്കുന്ന പുരുഷ നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇങ്ങനെ നക്ഷത്രങ്ങൾ ഉണ്ട് എങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കും അറിയാൻ പറ്റുമല്ലോ ആരൊക്കെയാണ് ഉള്ളതെന്ന്. അത് അവരുടെ കുറ്റമല്ല, ഗ്രഹങ്ങളുടേതാണ്. അവരെ ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾ ദേഷ്യമല്ല കാണിക്കേണ്ടത്. ആ ഗ്രഹസ്ഥിതി അനുസരിച്ച് വരുന്നതാണ്. ആ ഗ്രഹങ്ങൾ മാറുമ്പോൾ അവരുടെയും യഥാർത്ഥ സ്വഭാവം നമ്മൾക്ക് മനസ്സിലാവും. കാരണം അത്രത്തോളം പാവപ്പെട്ട സ്വഭാവമുള്ള ആളുകളാണ് ഇവരൊക്കെ. ഗ്രഹങ്ങളുടെ ഒരു നീചമായ ഭാവത്തിൽ അത് നിൽക്കുന്നത് കൊണ്ട് ഇവരും ആ നീച സ്വഭാവം കാണിച്ച് മറ്റുള്ളവരാൽ വെറുക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതാണ്. അല്ലാതെ ഈ നക്ഷത്രക്കാരും തന്നെ പ്രശ്നക്കാരായ നക്ഷത്രം ഒന്നുമല്ല. അപ്പോൾ ചില പെട്ടെന്ന് ക്രൂരമായ സ്വഭാവങ്ങൾ കാണിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നമുക്കറിയാൻ പറ്റുമല്ലോ ഓരോ പറഞ്ഞതിൽ എത്രത്തോളം നമുക്ക് വാസ്തവമുണ്ട്, കാര്യമാണെന്നൊക്കെ നമുക്കതിൽ നിന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുക. നന്ദി.